സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവർ നിഴലിനെ പിടിക്കുന്നവരെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവരെ പോലെയുമാണ്. സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ മാത്രമാണ്. സ്വാഗതം, ഇത് കനൽ വഴികളിൽ. പല സാഹചര്യങ്ങളും പ്രതികൂലമായി തോന്നിയേക്കാം. ഇനി മുന്നോട്ട് നീങ്ങേണ്ടതില്ലെന്നും തീരുമാനിക്കാം. ശരി, അങ്ങനെയെങ്കിൽ പിന്നെ അടുത്ത ദിശ എങ്ങോട്ട്? വഴിയറിയാതെ വിതുമ്പി നിൽക്കാനേ കഴിയൂ. പക്ഷെ നമ്മൾ യാത്ര തുടരുന്നു മുന്നോട്ട്. സർവം ക്ഷമിക്കുന്നവൻ നീ, ഞങ്ങൾക്കു പ്രത്യാശയും നീ, വഴിയും സത്യവും ജീവനുമായി നീ വന്നിടണമേ നാഥാ, വന്നിടണമേ നാഥാ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. അനുപമ സ്നേഹ ചൈതന്യമേ, മഞ്ഞിൽ പ്രകാശിച്ച വെണ്ടീപമേ, ഞങ്ങളിൽ നിന്ദിത്തി പകരണമേ യേശുവേ. സ്നേഹസ്വരൂപാ, സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. വളരെയേറെ അനുകൂലമായ സാഹചര്യങ്ങൾ മനുഷ്യന്റെ വളർച്ചയ്ക്കൊപ്പം സജീവമാണ്. പ്രതിസന്ധികൾ അവസാനവുമല്ല. ഇന്നലകൾ ഇങ്ങനെ ആയിരുന്നുമില്ല. പലരും കരുത്തോടെ നേടിയെടുത്തവയാണവ. നമുക്ക് പരിചയപ്പെടാം വൈപ്പിൻ ദ്വീപിലെ വാടേൽ എന്ന പ്രദേശത്തെ ആ കരുത്തിനെ. അന്ന എം. ഹലോ ടീച്ചറെ, സുഖാണോ? സുഖം. നമ്മുടെ ആനി ടീച്ചറിനെ പരിചയപ്പെടാനാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ലിമിറ്റേഷൻസിന് ഒന്നും ലിമിറ്റേഷൻസ് അല്ല, അതൊക്കെ ഓരോ സാഹചര്യങ്ങളാക്കി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചറിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടാം അല്ലേ? എന്താ ആരൊക്കെയാണെന്ന് പറഞ്ഞോളൂ. ഇതിന്റെ അമ്മ. അമ്മയുടെ പേരെന്താ? അമ്മ മറിയം. ചേച്ചി ഗ്രേസി. ഗ്രേസി. ആങ്ങള പേരെന്താ? ഫ്രാൻസിസ്. ഫ്രാൻസിസ്. ഇത് ആങ്ങളയ്ക്ക് 3 മക്കളുണ്ട്. മൂത്തവര് ടിൻസാണ്. ഒരാളുടെ കല്യാണം കഴിഞ്ഞു, പിന്നെ മോനും ഉണ്ട്. പേരെന്താ? റീമ. ലീമ. അപ്പൊ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. പഴയ ഒരു ജീവിതാവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഇവിടെ വരെ ഞാൻ എത്തിയെന്ന് ടീച്ചർ തന്നെ ആശ്ചര്യപ്പെടുന്നുണ്ടാവും. കാരണം ആ ഒരു പരിതസ്ഥിതിയൊക്കെ നീന്തി കയറി വന്ന ആളാണ് ടീച്ചർ. പലരും വീടിനകത്ത് പെട്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന്, ആ ഒരു കാലത്ത് നിന്നാണ് ധീരമായിട്ട് ടീച്ചർ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ ജീവിതം? ഞാൻ വർക്ക് ചെയ്യുന്നത് കരുണാസ്പെഷ്യൽ സ്കൂളിലാണ്. അത് ഇവിടെ മെൻ്റൽ റിട്ടാർഡഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളാണ്. അതായത് ബുദ്ധി വൈകല്യം ഉള്ള കുട്ടികൾ, അവരുടെ IQ ലെവൽ വളരെ താഴ്ന്നതായിരിക്കും, ലോ ആയിരിക്കുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ ഒരു 8 വർഷത്തോളം ഞാൻ സാധാരണ ക്വാളിഫിക്കേഷനൊന്നും ഇല്ലാതെ ഞാൻ അവിടെ വർക്ക് ചെയ്യണമായിരുന്നു. അതിനുശേഷം ഞാൻ അതിൻ്റെ ഡിപ്ലോമ എടുത്തു. സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ, അതായത് വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നാണ് പറയണത്. എൻ്റെ ഡെസിഗ്നേഷൻ അതാണ്. അതായത് 18 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അക്കാഡമിക്ക് കൊടുക്കുന്നത്. അതിനുശേഷം 18 എബവ് കുട്ടികൾ, ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പിന്നെ ആ കുട്ടികൾക്ക് നമ്മൾ വൊക്കേഷനായിട്ട് അവരുടെ ഭാവി ജീവിതത്തിലേക്ക്, ഒരു തൊഴിലിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് ഇതാണ് ഞാൻ പഠിച്ചേക്കണത്. അപ്പോൾ അത് ഞാൻ അവിടെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എനിക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നുണ്ട്. കരുണ സ്കൂളിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇതൊരു പരിമിതിയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം അവിടുത്തെ മാനേജ്മെൻറ്റും
പ്രിൻസിപ്പാളും എല്ലാവരും എന്നെ സാധാരണ മറ്റുള്ള ടീച്ചർമാരെങ്ങനെയോ അതുപോലെ തന്നെ എന്നെ കാണുന്നത്. അവരെ ഏൽപ്പിക്കുന്ന എല്ലാ ഡ്യൂട്ടീസും എന്നെയും ഏൽപ്പിക്കാറുണ്ട്. അപ്പം ഞാൻ അത് മറ്റുള്ളവർ എനിക്ക് കഴിയില്ല എന്നൊന്നും വിചാരിച്ച് ഞാൻ മാറി നിൽക്കാറില്ല. എല്ലാം ഞാൻ പറയണതെല്ലാം ഞാൻ എൻ്റെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. സ്കൂൾ തൊട്ടടുത്താണല്ലേ, അപ്പോൾ സ്കൂളിലേക്കുള്ള ഒരു ഡെയിലി ഷെഡ്യൂൾ എങ്ങനെയാണ്, പോയി വരവും കാര്യങ്ങളൊക്കെ? ഞാൻ ഒരു 9:15 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് പോകും. 9:30 ഞങ്ങൾക്ക് മോർണിംഗ് പ്രെയർ ഉണ്ട്. മോർണിംഗ് പ്രെയറിന് ശേഷം അസംബ്ലി, അതിന് ശേഷം ക്ലാസ്സിലേക്ക് 10 മണിക്ക് എല്ലാവരും ക്ലാസ്സിലേക്ക് കയറും. പിന്നെ ക്ലാസ്സിലൊരു ചെറിയ പ്രെയറുണ്ട്. അതിന് ശേഷം ആദ്യം ഞങ്ങൾ രാവിലെ 2 അവർ അക്കാഡമിക്ക് കൊടുക്കും കുട്ടികൾക്ക്. അതായത് അവർക്ക് മണി, ടൈം ഇതെല്ലാം അറിഞ്ഞാലല്ലേ ഒരു വർക്ക് പ്ലേസിൽ അവർക്ക് പോകാൻ, അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൈമും ഇതും കൊടുക്കും. പിന്നെ അത്യാവശ്യം സൈൻ ചെയ്യാനും അവരുടെ പേരും അഡ്രസ്സ്, ഫോൺ നമ്പർ ഇതെല്ലാം രാവിലെ ഞങ്ങൾ പഠിപ്പിക്കും. അതിനുശേഷം ആഫ്റ്റർനൂണ് അവരുടെ വൊക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ക്യാൻഡിൽ മേക്കിംഗ് ഉണ്ട്, പേപ്പർ ബാഗ് ഉണ്ട്. അത് രണ്ടുമാണ് ഞങ്ങളുടെ മെയിൻ വൊക്കേഷൻ. അത് രണ്ടും ചെയ്തതിന് ശേഷം പിന്നെ അവർ ഡാൻസ് ഓരോ ഇതിലേക്ക് വിടും. ഈ പോയി വരവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന്? വീട്ടിൽ നിന്ന് പോകാനും ഇപ്പോൾ ഈ വണ്ടി ഉണ്ടെന്ന് വന്നിട്ട് വേറെ യാതൊരു പ്രോബ്ലം എനിക്കില്ല, പെട്ടെന്ന് അവിടെ തന്നെ എത്തും. അതുകൊണ്ടിട്ട് പോയി വരവൊന്നും കുഴപ്പമൊന്നുമില്ല, പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകാം, അങ്ങനെയുള്ള മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിലേക്ക് ടീച്ചറിനെ പോലെ ഒരാൾ കടന്നു വരുമ്പോൾ അതെങ്ങനെയാണ് അതിന് ഒരു ബാലൻസ് ആയി പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവകൃപയാണ്. ഇവിടെ വീട്ടിൽ നിന്ന് ഞാൻ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ മുമ്പെല്ലാം ഞാൻ എല്ലാ സ്റ്റെപ്പും 3 നില വരെയും കയറി ഇറങ്ങുമായിരുന്നു. ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇവിടെ നടക്കണ പോലെ തന്നെ കഴിഞ്ഞ വർഷം വരെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്പോൾ എക്സസൈസ് ആവില്ല, പിന്നെ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ കയറാൻ. പിന്നെ എനിക്കിപ്പോൾ ഷോൾഡറിന് ഇത്തിരി പെയിൻ ഇങ്ങനെ കയറി കഴിയുമ്പോഴും. അപ്പോൾ കുട്ടികളോട് ഞാൻ പറയട്ടെ, ടീച്ചറിന് ഇങ്ങനെ ഷോൾഡറിന് പെയിനൊക്കെ വന്നിട്ടുണ്ട് കയറാനിട്ട്, ഇത് അതിനെന്തിനാണ് ടീച്ചർ ബുദ്ധിമുട്ട് പേടിക്കണത്? ഞങ്ങളല്ലേ ഉള്ളത്, വീൽ ചെയർ അല്ലേ നമുക്ക് ഇവിടെ ഉള്ളത്. ആ സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ടീച്ചറിനെ സംബന്ധിച്ച് എത്രത്തോളം ഫേവറബിൾ ആണ്? ജീവിതത്തിൽ വളർച്ച വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിലെത്തിയതിന് ശേഷമാണ്, ആ കുട്ടികളോടൊപ്പം ചേർന്നതിന് ശേഷമാണ്. അതുപോലെ എന്ത് കാര്യത്തിനും നമുക്ക് അവർക്ക് വേണ്ടി എന്ത് നമ്മൾ ത്യജിച്ച് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ അത് നന്മയായിട്ടേ വരുള്ളൂ. അവർക്ക് വേണ്ടി ലൈഫ് മാറ്റി വെക്കണം എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. അപ്പം അതുകൊണ്ടിട്ട് ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നാറില്ല. എല്ലാം അവരാണ് എൻ്റെ ജീവിതത്തിലെല്ലാം എന്ന് പറയാം. ഇനി ആ പഴയ ജീവിതം, ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ വളരെ ദുർഘടമായ ഒരു കാലമായിരുന്നു വൈപ്പിന് അന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയല്ലാത്ത ഒരു കുട്ടി ജനിക്കുന്നു, എന്നിട്ട് ഇങ്ങനെയായി മാറുന്നു. കഷ്ടപ്പാടിൻ്റെ ദിനരാത്രങ്ങൾ നിസ്സാരമായിരിക്കില്ല. ചെറിയ കാലത്തിൽ വൈപ്പിന്ന് വെച്ചെന്നാൽ നമുക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ജങ്കാറ് ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെ കൊണ്ടുപോകണമെങ്കിൽ എടുത്ത് വേണം കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് വണ്ടി വിളിച്ചിട്ട് വേണം പോകാനായിട്ട്. ആ ഒരു സമയത്താണ് 1.5 വയസ്സായപ്പോഴാണ് എനിക്ക് ഈ അസുഖം വന്നത്. അന്നേരത്തൊന്നും എനിക്ക് യാത്രയുടെ ദുർഘടമൊന്നും എനിക്ക് അത്രയ്ക്കും ഒന്നും അറിയാത്തൊരു പ്രായമാണ്. എന്നാൽ 1.5 വയസ്സ് തുടങ്ങി അപ്പച്ചനും അമ്മയും സഹോദരങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പനി ഒരൊറ്റ ദിവസത്തെ പനിയാണെന്നാണ് പറയണത്. രാവിലെ അന്നൊക്കെ എന്ന് വെച്ചാൽ വീട്ടുകളിൽ ദാരിദ്ര്യമുള്ള സമയമാണ്. അപ്പോൾ കൊയ്യാൻ പോകും. എൻ്റെ അമ്മ, അപ്പച്ചന് ജോലി ഉണ്ടെങ്കിലും അംഗസംഖ്യ കൂടുതലായതുകൊണ്ടിട്ട് അമ്മ കൊയ്യാൻ പോയിട്ട് രാവിലെ പോകും. അപ്പോൾ അപ്പച്ചൻ കൊയ്യണ ദിവസം അപ്പച്ചൻ ലീവ് എടുത്ത് നിൽക്കും എന്നെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ പനി വന്നത്. പനി വന്ന് ഭയങ്കര പനിയായി അമ്മയെ വരുത്തി. അങ്ങനെയാണ് അപ്പച്ചൻ എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് തന്നെ ഇങ്ങനെ കാലെല്ലാം അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. അരയുടെ മുകളിലേക്ക് മാത്രമേ എനിക്ക് ഇതുണ്ടായിരുന്നുള്ളൂ. കിടപ്പാകുകയും ചെയ്തു. പിന്നെ കുറേ ഐലൻഡിൽ അപ്പച്ചൻ കൊച്ചിൻ പോർട്ടിലായിരുന്നു അപ്പച്ചന് ജോലി. അപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്, അവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റാണ് കുറേ നാൾ ചെയ്തത്. പിന്നെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വൈദ്യനെ കൊണ്ടുവന്ന് വെച്ചിട്ട് തിരുമ്മി.
എന്നായിരുന്നു ആനി ടീച്ചറിന്റെ ജനനം? വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? എങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ? ഞങ്ങൾ 6 മക്കളാണ്. ഞാൻ 5ാമത്തെയാണ്. ഞാൻ ജനിച്ചത് 24/10/1972 2.5 വയസ്സിലായിരുന്നു ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനുശേഷം എഡ്യൂക്കേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? മൂത്ത ചേട്ടനും മൂത്ത ചേച്ചിയും അവരാണ് കൂടുതലായിട്ട് എന്നെ എടുത്ത് സ്കൂളിൽ കൊണ്ടുപോയേക്കണത്. പിന്നെ അമ്മ കൊണ്ടുപോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും ഈ കാലിപ്പറും സ്ട്രെച്ചസ് ഇട്ടിട്ട് ഇങ്ങനെ നീർന്ന് ഞാൻ അത് വെച്ചിട്ട് നടക്കാൻ തുടങ്ങി. അത് വെച്ച് നടന്ന് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരെ ഞാൻ അത് വെച്ചു. പക്ഷെ അത് വെച്ചപ്പോൾ ഭയങ്കര കാലിനൊക്കെ ഭയങ്കര വേദനയായിരിക്കും. ഞാൻ വന്നിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പം ഇവരെല്ലാവരും ചേട്ടനും എല്ലാവർക്കും ഞാൻ കരയുമ്പോൾ അവർക്ക് സങ്കടമാണ്. അപ്പം എന്നാൽ വേണ്ട, ഇനി അത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അത് മാറ്റി വെച്ച്. അങ്ങനെ ഞാൻ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ലേക്ക് ജയിച്ചപ്പോൾ 6 നായരമ്പല സ്കൂളിൽ കുറച്ച് പോകണം അങ്ങോട്ട്. അപ്പം ഇനി എന്ത് ചെയ്യും, ഇനിയുള്ള വിദ്യാഭ്യാസത്തിന് എന്ത് ചെയ്യും എന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ അപ്പച്ചന് തന്നെ ഒരു സുഹൃത്ത് എനിക്കൊരു വീൽ ചെയർ തന്നു. എൻ്റെ അടുത്ത വീട്ടിൽ തന്നെ ഒരു അംബിക എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ വന്നിട്ട് പറഞ്ഞ്, ആനയുടെ അപ്പച്ചനും അമ്മച്ചും പേടിക്കണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം ആനയെ. അങ്ങനെ വീൽ ചെയറിൽ അവളാണ് എന്നെ. പിന്നെ എത്രാം വയസ്സ് മുതലാണ് വീൽ ചെയറിലേക്ക് വന്നത്? വീൽ ചെയറിൽ 6ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ ഞാൻ വീൽ ചെയറിൽ തന്നെയാണ് പോയത്. അപ്പം അമ്മ ഉച്ചയ്ക്ക് വരുമായിരുന്നു ആദ്യമൊക്കെ കൈ കഴിക്കുക. അപ്പോൾ രാവിലെ കൊണ്ടുപോയി ആക്കി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അമ്മ വന്ന് പിന്നെ വരണ്ടേ. അപ്പോൾ ടീച്ചേഴ്സും എല്ലാവരും കൂടി പറഞ്ഞിട്ട് എനിക്ക് എന്താ സൗകര്യം അതുപോലെ ആക്കിത്തരും, കൂട്ടുകാരെയൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത് കൈ കഴുകാനും എല്ലാം വെള്ളം എടുത്ത് തരാനും എല്ലാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല. 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ പോകണമെങ്കിൽ ദൂരമാണ്. അപ്പം എനിക്ക് പോകാൻ പറ്റാതെ ഇങ്ങനെ ഞാൻ 3-4 വർഷം ഇരുന്നു ഇവിടെ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്തൊരു കോളേജ് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇനിയിപ്പോൾ അവിടെ പോയി പഠിക്കാമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ആക്കി. ഞാൻ പ്രീ ഡിഗ്രി 2 വർഷം അവിടെ പഠിച്ചു. ഡിഗ്രിക്ക് BCom ആയിരുന്നു. 2.5 വയസ്സ് മുതൽ കുഞ്ഞനിയത്തി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു. പിന്നെയുള്ള ജീവിതം എന്ന് പറയുന്നത് വീൽ ചെയറിൽ എത്തുന്നത് വരെ എടുത്തോണ്ടൊക്കെ നടക്കേണ്ടി വന്നല്ലേ? ഇവർക്ക് എവിടെയെങ്കിലുമൊക്കെ അത്യാവശ്യം പോകണമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നേരെ പടിഞ്ഞാറ് വശം ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു, ധന്യ തിയേറ്റർ. ഒരുമാതിരി എല്ലാ സിനിമകളും ആ കാലഘട്ടത്തിൽ അവൾ കണ്ടിട്ടുണ്ട്. അമ്മേ, അന്നയെക്കുറിച്ച് എന്നാ അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായമാണ്. കുഞ്ഞിലെയൊക്കെ അനുസരിക്കുമായിരുന്നു പറയുന്നൊക്കെ? അനുസരിക്കുമായിരുന്നു. റെവറൻഡ് സിസ്റ്റർ വിമൽ ഗ്രേസ് CTC, പ്രിൻസിപ്പൽ കരുണ സ്പെഷ്യൽ സ്കൂൾ നായരമ്പലം. സിസ്റ്റർ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ അധികം തന്നെ ഭിന്നശേഷിയുള്ളവരാണ്. അപ്പോൾ കൂടുതലായിട്ടും മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് അധികം, നമുക്ക് കണ്ടാലറിയാം. അവരുടെ മാനസികാവസ്ഥകൾ എങ്ങനെയാകുമെന്നോ ഒന്നും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാനോ തീരുമാനിക്കാനോ ഒന്നും ആരെ കൊണ്ടും കഴിയില്ല. അവിടെയാണ് കുട്ടികളുടെ ആനി ടീച്ചർ കടന്നു വരുന്നത് അല്ലേ? ആനി ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആനി ടീച്ചർ ഇവിടുത്തെ കരുണ സ്പെഷ്യൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് 2001 ഒരു വർഷത്തിന് ശേഷം 2002 മുതൽ ആനി ടീച്ചർ ഇവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് സേവനം ചെയ്യുകയാണ്. ആദ്യകാലങ്ങളിൽ 9 കുട്ടികളുള്ള സമയത്താണ് ഇവിടെ വരുന്നത്. 9 കുട്ടികൾ ഉള്ള സമയം മുതൽ ആനി ടീച്ചർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ 168 കുട്ടികളോളം പഠിക്കുന്നുണ്ട്. ആനി ടീച്ചർ, നമുക്കറിയാം, നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും നോർമലി നമ്മളെല്ലാവരും തികഞ്ഞ നമുക്കാരും കുട്ടികളെ സ്പെഷ്യലായിട്ട് നോക്കണം. പക്ഷെ സ്റ്റാഫിനെ നമ്മളെല്ലാവരും ട്രെയിൻഡ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് സ്റ്റാഫ് എന്ന നിലയിൽ. അപ്പോൾ ആനി ടീച്ചറിനെ എനിക്ക് അത് ഒരുപോലെ തന്നെ എല്ലാ സ്റ്റാഫിനെയും പോലെ തന്നെ യാതൊരു വ്യത്യാസവും ഒരു ഇതിലും വന്നിട്ടില്ല. ആനി ടീച്ചറിനെ സ്പെഷ്യലായിട്ട് ചിന്തിക്കണം അല്ലെങ്കിൽ കരുതണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാറില്ല. കാരണം അത്രയും സ്മാർട്ടായിട്ടാണ്, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെയുള്ള സ്റ്റാഫിനേക്കാൾ എല്ലാവരായിട്ട് നന്നായിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫിഗറാന്ന് പറയാം ഇവിടുത്തെ. കാരണം അത്രയും ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാത്തിനും ഏറ്റവും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് നല്ലൊരു വിൽ പവർ ഉണ്ട് ആനി ടീച്ചറിന്. അത് തന്നെയാണ് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ലീഡ് ചെയ്യുന്നത്. ഏറ്റവും നല്ലൊരു കഴിവാണ് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക, കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ
ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുത്താനുള്ള നല്ല കഴിവ്, അതൊക്കെ മറ്റു ടീച്ചേഴ്സിനേക്കാളും അവരും എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ടീച്ചറും അതിനൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. പിന്നെ അതുപോലെ സ്പെഷ്യൽ ടാലൻസ് ഒത്തിരി ഉണ്ട്. ഇങ്ങനെ വളരെ കലാപരമായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യും. ഓരോ സീസണനുസരിച്ച് ഇവിടുത്തെ ക്രിയേറ്റീവായിട്ട് ഒത്തിരി ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. സീസൺ അനുസരിച്ചിട്ട് ചെയ്യും. പിന്നെ വളരെ റെസ്പോൺസിബിൾ ആണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് നോക്കേണ്ട കാര്യമില്ല. പുള്ളി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്തിരിക്കും. ആൻഡ് ടീച്ചറിനെ സംബന്ധിച്ച് ടീച്ചറിനെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് ടീച്ചറിന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ? ഞാനും അതൊരു ചലഞ്ചായിട്ട് എടുത്തിരുന്നേ. നമ്മളിപ്പോ അയ്യോ ടീച്ചറിന് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് പറ്റില്ല. പക്ഷെ ആൻ ടീച്ചർ മുകളിലാണ്. എനിക്ക് അങ്ങനെ ഒരു സഹതാപമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ആൻ ടീച്ചറിന് മറ്റുള്ളവരെ പോലെ തന്നെ ഞാൻ കരുതിയിട്ടുണ്ട്. ആൻ ടീച്ചർ അതുകൊണ്ടാണ് ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആൻ ടീച്ചർ വളരെ ഭംഗിയായിട്ട് ഏറ്റവും ആദ്യം അതിന് ആ ഒരു റെസ്പോൺസിബിലിറ്റി, അതൊരു റെസ്പോൺസിബിലിറ്റിയിൽ പെട്ടതാണ് പുള്ളി അങ്ങനെ എടുത്തിട്ടുള്ളത് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ ആ ഒരു കുറവ് എനിക്ക് തോന്നിയിട്ടില്ല എല്ലായിടത്തും. ഇപ്പം ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നത് ടെറസിലായിരുന്നു. ഇപ്പം ഈ വർഷം പുറത്തേക്ക് മാറ്റി. ഈ കോമ്പൗണ്ടിന് വെളിയിൽ പോകണം. ഞങ്ങളുടെ കോൺവെന്റിന്റെ അടുത്താണ് കൃഷി ഇപ്പം. പക്ഷെ അവിടെയും ആൻ ടീച്ചറാണ്. ഞാൻ ശ്രദ്ധിക്കായിരുന്നു, മറ്റു ടീച്ചേഴ്സ് എന്നെ ഇവിടെ ഇരുത്തിയിട്ട് ആൻ ടീച്ചറാണ് അവരുടെ ഒപ്പം പോണത്. അപ്പോൾ അതൊരു കുറവായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ആൻ ടീച്ചറിന്റെ തന്നെ മിടുക്കാണ്. ഇത്രയും കാര്യഗൗരവത്തോടെ ബാക്കിയുള്ളവരോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഈ ഇടയ്ക്ക് ഒരു സ്പെഷ്യൽ എൻട്രി ഈ സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചറിന് കൊടുക്കാൻ സാധിച്ചതല്ലേ? അതെ, അത് ഈ വർഷം ബെസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അവാർഡിലേക്ക് നോമിനേഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആൻ ടീച്ചറിനെ തന്നെയാണ്. അത് എല്ലാവരുടെയും, എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് എൻ്റെ അഭിപ്രായത്തിൽ അത് തന്നെയായിരുന്നു. ബാക്കി സ്റ്റാഫിൽ ഇവിടെ 32 സ്റ്റാഫുണ്ട്. സ്റ്റാഫിൻ്റെ എല്ലാവരുടെ അഭിപ്രായത്തിൽ ആൻ ടീച്ചറിന് തന്നെയായിരുന്നു. സാധാരണ വർക്കിംഗ് ഡേയ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തിരി തിരക്ക് പിടിച്ച പണികൾ അല്ലെങ്കിൽ ഇച്ചിരി ബിസി ഷെഡ്യൂൾ വരിക ആനുവൽ ഡേ പോലുള്ള കാര്യങ്ങളിലേക്ക് ആ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും. ആൻ ടീച്ചറിൻ്റെ പാർട്ടിസിപ്പേഷൻ സാധാരണ ടീച്ചേഴ്സ് സ്റ്റാഫ് എല്ലാവരും ഭാഗിച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ആൻ ടീച്ചർ എടുക്കുക. പക്ഷെ ആൻ ടീച്ചർ എപ്പോഴും വരുന്നത് ഒരു സ്റ്റേജിൻ്റെ പുറകിലും ഉണ്ടാവും, മുൻപന്തിയിലും ഉണ്ടാവും. പക്ഷെ ആൻ ടീച്ചർ 2 വശത്തും ഉണ്ടാവാറുണ്ട്. അനൗൺസ് ചെയ്യാനായിട്ട് സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ അനൗൺസ്മെൻറ്റിൽ വരുന്നത് ആൻ ടീച്ചറായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ മെയിൻ പരിപാടി ഇനോഗ്രേഷൻ, യോഗത്തിനുള്ള ഇനോഗ്രേഷന് ക്യാൻഡിൽ കൊണ്ടു കൊടുക്കുന്നത് ആൻ ടീച്ചറായിരിക്കും. അതിനുശേഷം ഇപ്പോൾ പുറകിൽ സ്റ്റേജിൻ്റെ പുറകിലുള്ള പരിപാടികളാണെങ്കിൽ അതിൻ്റെ അകത്ത് കുട്ടികളുടെ ഡിസിപ്ലിൻ നോക്കുന്നത്, അവർക്ക് വേണ്ട സാധനങ്ങൾ, മേക്കപ്പ് ഡ്രസ്സുകൾ, മേക്കപ്പ് തിങ്സ്, അതൊക്കെ വേണ്ടതെല്ലാം റെഡിയാക്കി വയ്ക്കുന്നതും അവർക്ക് റെഡിയാക്കി കൊടുക്കുന്നതൊക്കെ എല്ലാം ആൻ ടീച്ചറായിരിക്കും. പിന്നെ ഏറ്റവും കുട്ടികളുടെ സംരക്ഷണം, ആ ഒരു ഡിസിപ്ലിൻ അച്ചടക്കം നോക്കാനും ശ്രദ്ധിക്കാനും എല്ലാം ആൻ ടീച്ചറായിരിക്കും. ഓൾറൗണ്ടറാണ്. മിസ്സസ് മേരി ജാക്കുലിൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, കരുണ സ്പെഷ്യൽ സ്കൂൾ. ടീച്ചറെ, ഇത് ഒരു വലിയ ലോകമാണ്. ഇവിടുത്തെ ആളുകൾക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ഈ കുഞ്ഞു ലോകത്ത് എല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങുന്ന ആനി ടീച്ചറിനെ പോലെയുള്ള ഈ ടീച്ചറിനെ കുറിച്ച് ടീച്ചറിൻ്റെ അഭിപ്രായം എന്താണ്? എങ്ങനെ ആനി ടീച്ചറിനെ നോക്കിക്കാണുന്നു? ശരിക്കും ഇത് കരുണ സ്പെഷ്യൽ സ്കൂൾ എന്നാണെങ്കിലും ഞങ്ങൾ പൊതുവേ പറയുന്നത് കരുണ കുടുംബം എന്നാണ്, കരുണ ഫാമിലി. ശരിക്കും ഒരു വീട് പോലത്തെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ടീച്ചറിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് 8ാമത്തെ വർഷമാണ് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യണത്. ഞാനിപ്പോൾ ആദ്യം വന്നിടക്ക് ഉണ്ടായിരുന്ന ഒരു ടീച്ചറാണ്, ടീച്ചർമാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ടീച്ചറാണ് ആൻ ടീച്ചർ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, ടീച്ചറിന് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ? അങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ചിന്ത വന്ന്, ഈ കുട്ടികളാണെങ്കിലും ഞാൻ ഓർക്കും, കുട്ടികൾ ഓരോ സ്പോർട്സിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഓർക്കും എല്ലാ കുട്ടികളും ഉൾപ്പെടുത്തണോ, ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ മാത്രം ചെയ്യിച്ചാൽ പോരെന്ന് ഓർക്കും. പക്ഷെ ആൻ ടീച്ചറിന് ആ കുട്ടികളുടെ കുറവും നിറവും ഒക്കെ അറിയാവുന്ന ഒരു ടീച്ചറാണ്. അപ്പം ടീച്ചർ അല്ല, ടീച്ചറെ എല്ലാ കുട്ടികളെയും നമുക്ക് പങ്കെടുപ്പിക്കണം എന്ന് പറയും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ടീച്ചർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? എല്ലാ കുട്ടികളെയും നമ്മൾക്കൊരു റിസ്ക് അല്ലേ, അങ്ങനെ മനസ്സിൽ ചിന്തിക്കും. പക്ഷെ പിന്നീട് അത് മനസ്സിലായി, ടീച്ചർ ശരിക്കും കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നൊരു വ്യക്തിയാണ്. കാരണം തൊട്ടടുത്ത് വീടാണെങ്കിലും ടീച്ചർ പണ്ടോടങ്ങി അടുത്ത് ഇടപഴകിയ സിസ്റ്റേഴ്സ്,
ഇവിടെ വന്നിരുന്ന ഓരോ കുട്ടിയും, ഇവിടെ ആദ്യം തുടങ്ങി വന്നിരിക്കുന്ന ഓരോ കുട്ടിയെ വരെ ടീച്ചറിന് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് അവരുടെ ഫാമിലി, ഓരോ കുട്ടികളുടെ ഫാമിലിയിലെ കാര്യവും ശരിക്കും ടീച്ചറിന് ശരിക്കും നന്നായിട്ട് അറിയാം. അപ്പം ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് ടീച്ചർ ശരിക്കും ഓരോ പിള്ളേരെ അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറയണത്. അപ്പം ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച്, ബാക്കി ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു കരുത്തായിരുന്നു, ശരിക്കും പറഞ്ഞൊരു ധൈര്യമായിരുന്നു പഠിക്കാനായിട്ട്. ശരിയാണ്, നല്ലൊരു മോഡൽ തന്നെയായിരുന്നു ടീച്ചർ. പിന്നെ ഞങ്ങളുടെ ഇടയിൽ തന്നെയാണെങ്കിലും ടീച്ചർ എന്ത് പറഞ്ഞാലും എവിടെ പോകാനാണെങ്കിലും തയ്യാറാണ്, ഒരിക്കലും മാറി നിന്ന് കണ്ടിട്ടില്ല. മീറ്റിങ്ങിൽ തന്നെയാണെങ്കിലും എന്ത് പ്രോഗ്രാം ഏൽപ്പിച്ചാലും സന്തോഷത്തോടെ സ്വീകരിക്കും, എന്ത് ചാർജ് കൊടുത്താലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. ശരിക്കും പറഞ്ഞ ഒരു മൂത്ത സഹോദരി, അതിൻ്റെ അപ്പുറത്തേക്ക് ശരിക്കും പറഞ്ഞ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ശരിക്കും ഇവിടെ ഒരു ഫാമിലിയിലെ ഒരു വ്യക്തിയാണെന്ന് തന്നെ ടീച്ചറിനെ കുറിച്ച് പറയാൻ സാധിക്കും. എന്തൊക്കെ പറഞ്ഞാലും ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചർ ചെറിയൊരു പരിമിതിയുള്ള വ്യക്തി തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ടീച്ചറിന് ബാക്കി ടീച്ചേഴ്സിനെ അപേക്ഷിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതൊരു തടസ്സമായിട്ട് വന്നായിട്ട് തോന്നിയിട്ടുണ്ടോ? സ്കൂളിങ്ങിൻ്റെ ഒരു ഇതിൽ പറയണമെങ്കിൽ നമുക്ക് ബിൽഡിങ്ങിലോട്ട് മുകളിലേക്ക് എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്തായാലും അറിയാം. അങ്ങനെ ഒരു എത്തിപ്പെടാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ഓർക്കും ടീച്ചറിന് എത്രത്തോളം. പക്ഷെ ഇവിടെ വേറൊരു അതിനേലും അപ്പുറത്തൊരു ആത്മീയത ശരിക്കും ഇവിടെ ഒരു വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേര് തന്നെ, നമ്മുടെ കുട്ടികൾ ടീച്ചർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം അവർ 2 കുട്ടികളുണ്ട് സ്ഥിരം വരണത്. അവർ വീൽ ചെയറായിട്ട് ടീച്ചർ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്രെയർ കഴിഞ്ഞ് ഇറങ്ങണ ആ സമയത്ത് അവരവിടെ ഉണ്ടാകും സ്പോട്ടിൽ. എന്നിട്ട് ടീച്ചറിനെ കൊണ്ടുവന്ന് മേളിൽ കൊണ്ടുവന്നാക്കും. പിന്നെ അത്ര വയ്യായിക വന്നാലും ടീച്ചർ ലീവ് എന്ന് പറഞ്ഞ സംഭവം കുറവാണ്. എത്ര വർഷമായി കരുണ സ്പെഷ്യൽ സ്കൂളിലെ ടീച്ചറായിട്ട് എന്ന് ചോദിക്കുന്നതിലുപരി എന്താണ് ആ സ്കൂളുമായുള്ള ടീച്ചറിൻ്റെ ആത്മബന്ധം? അതുപോലെ ഈ ജീവിതം ടീച്ചറിന് പകരം നൽകുന്നത് എന്താണ്? ഇത്രയും സംതൃപ്തമായ ഈ ജീവിതത്തിൽ ഇനി എന്താണ് ബാക്കി? ഞാനിപ്പോൾ 16 വർഷമായി അവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് സന്തോഷം നൽകണത്. പിന്നെ അവിടെ മെയിനായിട്ട് ഞങ്ങൾ ഒരു വർഷം എക്സിബിഷൻ സംഘടിപ്പിച്ചായിരുന്നു, ഒരു മദ്രസ ആവുളാമുള്ളപ്പോൾ. അപ്പം ഞങ്ങൾക്ക് എല്ലാവരോടും പറഞ്ഞ് എക്സിബിഷൻ ചെയ്യണം. അപ്പം ഞാൻ ചെന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്നൊന്നും ഒരു ഇതുമില്ല. കുട്ടികൾക്കാണെങ്കിലും ഒരു സാധനങ്ങൾ അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയാൻ പാടില്ലാത്തൊരു സമയത്താണ് എക്സിബിഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് അവിടെ വേറൊരു ടീച്ചർ, ബ്ലേസ് ടീച്ചർ ഉണ്ട്, എന്നെ സീനിയറാണ് ടീച്ചറിനോട് കൂടി ടീച്ചർ പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ. പക്ഷേ അപ്പോൾ പറഞ്ഞു എല്ലാ ടീച്ചേഴ്സും സെപ്പറേറ്റ് ആകണം, ആരും കൂട്ടുകൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതെ, അങ്ങനെ അവരുടെ കുട്ടികളും ടീച്ചറും മാത്രം. അങ്ങനെ ഞങ്ങൾ ചെയ്തു. അന്നെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ എല്ലാവരും നല്ല ക്രിയേറ്റിവിറ്റിയും എല്ലാം ഉള്ളവർ, പിന്നെ ഇതിൽ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ട് ചെയ്യണവരെല്ലാമാണ്. പക്ഷേ ഞാൻ ചെയ്തത് ഏറ്റവും നല്ലതായിരുന്നു. എനിക്കായിരുന്നു, എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കും എനിക്കും കൂടിയാണ് അന്നത്തെ ആ സമ്മാനം, ഫസ്റ്റ് പ്രൈസ് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു. അതുപോലെ തന്നെ എനിക്കൊരു ദുഃഖവും കൂടി കിട്ടിയിട്ടുണ്ട്. കാരണം അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഒരു കണ്ണൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ നന്നായിട്ട് പാട്ട് പാടും. അവന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെല്ലാവരും. എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ അവന് ജീവനാണ്. ജൂൺ 1 ക്ലാസ് തുറന്നന്ന് അവൻ വന്നിട്ട് ഞങ്ങൾ സ്റ്റാഫ് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നാൽ എനിക്ക് എൻ്റെ ടീച്ചറിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആരെയും കാണാൻ പറ്റില്ല, മോൻ നാളെ ക്ലാസ്സിൽ വരുമ്പോൾ കണ്ടാൽ മതി എന്ന്. പക്ഷെ അന്ന് വൈകിട്ട് അവൻ്റെ അങ്കിള് വന്നപ്പോൾ ഒരു ഇത് വാങ്ങിച്ചു കൊടുത്ത്, ഉണ്ടമ്പരി വാങ്ങിച്ചു കൊടുത്ത്. അവൻ ഫിക്സ് വരും, ഉണ്ടമ്പരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിക്സ് വന്ന് അവൻ അന്ന് മരിച്ചു. എനിക്കത് ഭയങ്കര വിഷമമുള്ള, എന്ന് വെച്ചാൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് അവൻ വന്നിട്ട് കാണാൻ പറ്റാതെ പോയി. അത് എപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴേറ്റവും ആദ്യം ഞാനത് ഓർക്കും. ടീച്ചർ ഇങ്ങനെ ഈ ജീവിതത്തെ ഏറ്റവും പോസിറ്റീവായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് കാണുന്നതിനുള്ള ആ ഒരു റീസൺ എന്താണ്? എങ്ങനെയാണ് അത് സാധിക്കുന്നത് ടീച്ചറിനെ കൊണ്ട്? എൻ്റെ അപ്പച്ചൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ അസുഖം വന്നിട്ട് ഒന്നും വീട്ടിലിരുത്താതെ പഠിപ്പിച്ച് അങ്ങനെ ഒരു ജോലിക്കാരത്തി ആകണം എന്നുള്ള ഒരാഗ്രഹം എപ്പോഴും അപ്പച്ചനുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സഹോദരങ്ങളെല്ലാവരും എനിക്ക് എന്താണ് ആഗ്രഹം അത് അവർ സാധിച്ചു തരും. ഇതുവരെ എത്തി നിൽക്കുന്ന ആനി ടീച്ചറിൻ്റെ ജീവിതത്തിൽ ഇതുവരെ എത്തണമെന്നുണ്ടെങ്കിൽ അതിൽ സഹോദരങ്ങളുടെ പങ്ക് അത്രയും വളരെ വലുത് തന്നെയാണ്. ഇയാള് എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചാലും നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവളുടെ ഇഷ്ടപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ അവൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ അവൾക്ക് യാതൊരു വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഉണ്ടാകാനായിട്ട് ഇതുവരെയും ഇടവരുത്തിയിട്ടില്ല. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എയിമിനെ കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ടോ വീട്ടിൽ എപ്പോഴെങ്കിലും?
അങ്ങനെ പ്രത്യേക ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ഇതുവരെയോ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ വീട്, സ്കൂള്, ആ ഒരു ചിന്തയിലാണ് ഇത്രയും നാൾ പോയിട്ടുള്ളതും. അതിനപ്പുറത്തേക്ക് വേറൊരു ചിന്തയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. നാത്തൂനുമാണ് മുന്നിലിരിക്കുന്നത്. അങ്ങനെ ഒരു നാത്തൂൻ പോരിനുള്ള കള ഒരുങ്ങിയിട്ടുണ്ടോ ഇവിടെ? കാരണം സ്വന്തം വേഗത്തിനൊപ്പം എത്താൻ വഴിയില്ലല്ലോ ആനി ടീച്ചറിനെ സംബന്ധിച്ച്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ആനി നല്ല വിൽ പവറാണ് ആനിക്ക്. ആനിയിൽ നിന്ന് കുറേയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴേ ആനിയുടെ നിലപാട് അതൊരിക്കലും എനിക്കതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കും ആനി ശരിക്കും അത് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കും. ശരിക്കും കുറേ ഇപ്പം സ്കൂളിലേക്ക് ചെന്നേ പിന്നെയും കുറേ ജീവിതാനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ ആളുകളായിട്ട് ഇടപഴകി കുറേ അനുഭവങ്ങൾ ആനിക്കുണ്ട്. അതൊക്കെ ഇവിടെ വന്ന് ഷെയർ ചെയ്യുമ്പോൾ ആനി അതിലെടുക്കുന്ന തീരുമാനങ്ങളും കുറേ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനും പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. നല്ലത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫാമിലി ലൈഫിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. ആ സ്കൂളും ഈ വീടും അവിടുത്തെ കുട്ടികളും എല്ലാവരും ഇങ്ങനെ തന്നെ സംതൃപ്തിയോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അവിടൊരു സക്രാരിയുണ്ട്, അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോവരേണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്, അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോവരേണേ. തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധധൂപം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ. തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധധൂപം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ. അതിനായി വരമേകണേ, അതിലേശോ നീ വരണേ. അതിനായി വരമേകണേ, അതിലേശോ നീ വരണേ. ജീവിത നീഴൽ വഴികളിൽ നാഥൻ ചൂടിയ മുൾക്കിരീടം എന്നും ജീവന്റെ ഹൃദയ വീതിയിൽ സാന്ത്വനമായി പുഷ്പകിരീടം പ്രത്യാശയ